ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലെ ചില കാഴ്ചകളാണ് ഈ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോയും. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് പൂർണ്ണമായും മൊബൈൽ ഫോണിലാണ്. ഐഫോൺ 15 പ്രോ മാക്സ് ആണ് ഈ വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. കടുവ സംരക്ഷണ കേന്ദ്രം എന്ന നിലയിൽ 1974 ബന്ദിപ്പൂരിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. 874 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. ഒരു കാലത്ത് മൈസൂർ രാജ്യത്തിലെ മഹാരാജാവിൻ്റെ സ്വകാര്യ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ബന്ദിപ്പൂർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഊട്ടിയിലേക്കും മൈസൂരിലേക്കും ഈ വഴിയിലൂടെ ധാരാളം ടൂറിസ്റ്റുകൾ യാത്ര ചെയ്യുന്നതിനാൽ മിക്കപ്പോഴും തിരക്ക് അനുഭവപ്പെടാറുണ്ട്. വന്യമൃഗങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് രാത്രി 9 മുതൽ പുലർച്ചെ 6 വരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് നിരോധനമുണ്ട്. സുന്ദരി എന്ന വിളിപ്പേരുള്ള പെൺകടുവയെയാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത്. കാനന വീതിയിലൂടെ യാതൊരു കൂസലും കൂടാതെ ഞങ്ങളുടെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ഇവൾ നടന്നു വരുന്ന കാഴ്ച ഞങ്ങളുടെ മനം കവർന്നു. എൻ്റെ കാനന യാത്രയിൽ വളരെ അപൂർവമായി മാത്രമേ എനിക്ക് ഇത്തരം സുന്ദരമായ കാഴ്ചകൾ ലഭിച്ചിട്ടുള്ളൂ. സാധാരണയായി അകലെ നിന്നുള്ള ഷോട്ടുകളാണ് ലഭിക്കാറ്. ബന്ദിപ്പൂരിലെ ടൂറിസം സോണിലെ ഈ രാജകുമാരിയെ ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നു. ഈ യാത്രയിലെ ഈ പെൺകടുവയെ കൂടാതെ ഒരു ആൺകടുവയെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ കാട്ടുപോത്തിനെ നോക്കൂ. കാട്ടുപോത്തുകളുടെ കൂട്ടത്തിലെ രാജാവാണ് ഇവനെന്ന് തോന്നുന്നു. ഇവൻ ഒറ്റയ്ക്കല്ല കേട്ടാ, ഇവൻ്റെ കൂടെ വേറെ ധാരാളം കൂട്ടാളികളുണ്ട്. ഇതിങ്ങനെ ബന്ദിപ്പൂർ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഒന്നും കാട്ടുപോത്തിനെ ഇങ്ങനെ കാണാൻ കിട്ടാറില്ല കേട്ടാ. പക്ഷേ ഈ പ്രാവശ്യം ധാരാളം കാട്ടുപോത്തുകളെയും കാട്ടുപോത്തുകളുടെ കൂട്ടങ്ങളെയൊക്കെ നമുക്ക് പല സ്ഥലത്തുനിന്നും കാണാൻ പറ്റി. ഇവിടെ ജീപ്പിലും അതുപോലെ തന്നെ ഈ കാണുന്ന ബസ്സിലും നമുക്ക് സഫാരി പോകാൻ പറ്റൂട്ടാ. പക്ഷേ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് അധികം ജീപ്പിലാണ് പോകാല്ലേ. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപ്പിൽ പോയാലേ നമുക്ക് തുറന്ന ജീപ്പായ കാരണം നന്നായിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഈ കഴിഞ്ഞു പോയ വിഷ്വൽസിൽ നമ്മൾ കണ്ടത് ഹനുമാൻ കുരങ്ങനെയാട്ടാ. കേരളത്തിൽ അധികം കാണാൻ പറ്റില്ലെങ്കിലും കർണാടകയിലെ വനങ്ങളിൽ സുലഭമായിട്ട് കാണാം. ബന്ദിപ്പൂർ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയാണ് ഇട്ടത്. ഇതിന് ഭംഗിയുണ്ടപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പകർത്തിയതാ. പുള്ളിപ്പുലിനെ വീഡിയോ എടുക്കാനുള്ള സ്റ്റെപ്പിലാട്ട ആൾക്കാരൊക്കെ. പക്ഷെ ഞങ്ങൾ വളരെ അകലെ നിന്നാണ് പുള്ളിപ്പുലി 2 എണ്ണം മരത്തുമ്മ കിടക്കേണ്ടത് കണ്ടു. പക്ഷേ ഒരു വീഡിയോ ഫോട്ടോ ഒന്നും കിട്ടാവുന്ന ദൂരത്തിലല്ല. എന്നാലും ഒരു ചെറിയ വിഷ്വൽ ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കണ പയ്യൻ മിഥുൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാട്ടാ. ആള് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ വിഷ്വൽ. കാര്യമൊന്നുമില്ല, അതിൽ ഭയങ്കര അകലെയാണ്. എന്നാലും നമ്മളൊരു തെളിവിന് വേണ്ടി ഇടണമെന്ന് മാത്രം. എനിക്ക് ഈ ട്രിപ്പിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷ്വലിൽ ഒന്നാണിട്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോണിലാണ് നമ്മളിത് എടുത്തേക്കണതേ. നമ്മുടെ ജീപ്പിൻ്റെ അടുത്തായിരുന്നു മൂപ്പര്. അപ്പോൾ ജീപ്പൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. പക്ഷെ ആൾക്ക് ഒരു പെണ്ണാനയാണ്. അതിൻ്റെ 2 മുലയൊക്കെ ഇതിൻ്റെ ഇതിൽ കൂടെ നോക്കി സൂക്ഷിച്ച് നോക്കി കാണാം. അതാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് നന്നായിട്ട് നിന്ന് തന്നു. ഈ ഫോണിൻ്റെ ശരിക്കുള്ള ക്വാളിറ്റി നമുക്ക് വീഡിയോയിൽ മനസ്സിലാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇതിനെയും കമ്പനീനെയും റെക്കമെൻഡ് ചെയ്യണ ഒരാളൊന്നുമല്ല. പക്ഷേ ഈ 15 പ്രോ മാക്സിലുള്ള ഈ വീഡിയോ നോക്കൂ. ഇതിൻ്റെ കണ്ണൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്.
പക്ഷെ ഫോട്ടോന് ഈ 15 Pro Max അത്ര പോരാട്ടാ. പക്ഷെ വീഡിയോ അടിപൊളിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഷെയ്ക്കില്ലാണ്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ഈ സഫാരി വണ്ടിയിൽ ക്യാമറയിലൊക്കെ എടുക്കുമ്പോഴേ ഭയങ്കര കുലുക്കാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റെബിലിറ്റി നല്ല അടിപൊളി തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കുലുക്കമൊന്നും ഇല്ലാണ്ട് ഷെയ്ക്കില്ലാണ്ട് നല്ല സൂപ്പർ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബന്ദിപ്പൂർ ഈ പ്രാവശ്യം ഇഷ്ടം പോലെ ആനയാട്ടാ. ഈ ആന മാത്രമൊന്നുമില്ല ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഈ ക്യാമറയിലെടുത്ത ഈ മാനിൻ്റെ വിഷ്വൽസ് കാണിച്ചു. അത് ഈ ഫോണിലെടുത്തതാണ് ഇപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അടുത്ത് വരുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ ട്രിപ്പിലെ തന്നെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്നാണ്. മെയിൽ ടൈഗറാണിത്. തൃശ്ശൂർ എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിൻ്റെ ഒരു ചിഹ്നം ഉണ്ട്. അത് ഫോട്ടോ എടുത്തിട്ട് നമ്മളതൊന്ന് വലുതാക്കി നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഇവന് നമുക്ക് നല്ല കാഴ്ചകളും അതുപോലെ തന്നെ ഓർമ്മകളൊക്കെ തന്നിട്ടാണ് കാട്ടിലേക്ക് മറിഞ്ഞു പോയത്. നമ്മൾ ഈ കാണുന്നത് നാടുകാണി ചുരമാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ഈ വഴിക്കാണ് ബന്ദിപ്പൂർക്ക് പോണത്. ഒരു ആനയുടെ ഒരു ഫാമിലിയുടെ അത്. ഒരു ആനയും ഒരു കുട്ടിയുണ്ട്, പിന്നെ വേറൊരു ആനയുണ്ട്. ഈ കുട്ടി ആനേനെ കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി. അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞിട്ട് ഇത് നന്നായി അടുപ്പിച്ച് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി. വീണ്ടും 2 കാട്ടുപോത്തുകൾ നിൽക്കണു. കാട്ടിൽ നിന്നാട്ടോ ശരിക്കും ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ അകലെ എന്നുള്ള വ്യൂ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാ. ഒരു ഫോട്ടോഗ്രാഫിക് വ്യൂ. അത് അല്ലാണ്ട് ഇതിന് വേറെ പ്രത്യേകതകളൊന്നുമില്ല. സഫാരി കഴിഞ്ഞ് നമുക്ക് രാത്രിയായി ഏകദേശം. അപ്പോഴാണ് ഈ കരടിയുടെ ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നത് കേട്ടോ. കരടീനെ പൊതുവായിട്ട് ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെയാണ് കാണുക. പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒന്നും നമുക്ക് ബന്ദിപ്പൂരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇനി എന്തെങ്കിലും കിട്ടുമായിരിക്കും. വീണ്ടും വലിയൊരു ആന. ഇതും ഒരു പെണ്ണാനയാണ്. പക്ഷെ നമ്മളിതിൻ്റെ വലിപ്പവും പിന്നെ വണ്ടിയുടെ തൊട്ടടുത്തായ കാരണം ജീപ്പ് ഡ്രൈവറോട് നിർത്തിത്തരാൻ പറഞ്ഞപ്പോൾ ആൾ നിർത്തി വന്നതാ. അപ്പോൾ ഇതിപ്പോൾ അതുപോലെ തന്നെ കാട്ടുപോത്ത്. എന്നും കാണുന്ന ജീപ്പ് ഡ്രൈവർമാർക്ക് ഇത് വലിയ കാഴ്ചയൊന്നുമല്ല. പക്ഷേ നമ്മളൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു കൗതുകമാണ്. ഇത് വലിയൊരു കൂട്ടാട്ടാ. കൂട്ടം എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പോൾ ഇതിനെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഈ നേരെ പിടിച്ചെടുത്തിട്ട് കൊള്ളാണ്ടായപ്പോൾ ഇത് ചെരിച്ച് പിടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് നോക്കിയേ എത്ര എണ്ണം നോക്കിയേ. ഇത്രയധികം കാട്ടുപോത്തിനെ ഞാൻ ബന്ദിപ്പൂർ കാണുന്നത് ആദ്യമായിട്ടാട്ടാ, ഇത്രയും വലിയൊരു കൂട്ടത്തിനെ. ഞങ്ങൾ ജംഗിൾ ലോഡ്ജസിൻ്റെ സഫാരി ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന 4 സഫാരി ഞങ്ങളെടുത്തു. അതിൽ ഫുഡും താമസവും ഒക്കെ പെടും. ഏകദേശം ഒരു 20,000 രൂപ ഞങ്ങൾക്ക് ഈ 4 സഫാരിക്ക് കൂടിയിട്ട് ചിലവ് വന്നു. പക്ഷേ നല്ല വർത്ത്ഫുള്ളായിരുന്നു ഈ പ്രാവശ്യത്തെ സഫാരി. ചാനയും കടുവയും പുലിയും കരടിയും കാട്ടുപോത്തും അങ്ങനെ വളരെ നല്ല മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് ഈ പ്രാവശ്യത്തെ യാത്രയിൽ ബന്ദിപ്പൂർ കാട് നമുക്ക് സമ്മാനിച്ചു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മളിപ്പോൾ ഒരു 2-3 ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തന്നിട്ടുള്ള പ്രോത്സാഹനം ഒക്കെ കാരണമാണ് നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. ആദ്യം നമ്മുടെ കൂട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ളവരും കൂടെ ജോലി ചെയ്തവരും ഒക്കെയാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് ഇത് നന്നാവുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ലൈക്ക് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.